വേഗത്തിൽ ഓടിപ്പോകേണ്ടി വരുന്ന തോന്നുന്നേ, അല്ലെങ്കിൽ ക്ലാസ്സിലെത്താൻ നേരമേകും. ഉരുളക്കുട്ടി ഇന്നും നേരമേകും, നീ കണ്ടോ? ഇല്ല ഇല്ല, ഇന്ന് അവൻ എന്തായാലും നേരത്തിനെത്തും. ഇന്നലെ അവൻ എന്നോട് ഉറപ്പ് പറഞ്ഞിരുന്നു. ബെറ്റ് വെക്കാനുണ്ടോ? അവൻ നേരത്തിന് ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ ഈ ജോക്കർ മൂക്ക് നീ വെച്ചിരിക്കണം, പറ്റുമോ? ഉരുളക്കുട്ടി, നീ ഇന്നും നേരം വൈകിയല്ലേ? എന്നും ഇങ്ങനെ നേരം വൈകിയാൽ എങ്ങനെ ശരിയാകും? നീ ഇന്ന് ക്ലാസ്സിൽ കയറണ്ട, അപ്പോ പോയി പുറത്ത് നിൽക്ക്. നീ എന്താ ജോക്കറിന്റെ മൂക്ക് വെച്ചേക്കുന്നേ? നീ കാരണമാ. ഞാൻ കാരണോ? മനസ്സിലായില്ല. അയ്യോ, അത് പോട്ടെ. ഇതൊന്നും മാറിക്കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിന്നെ ഇപ്പൊ എങ്ങനെ സമയത്ത് സ്കൂളിലെത്തിക്കുമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. ആ റോളർ സ്കേറ്റ് ഉപയോഗിച്ച് നിനക്ക് വേഗം എത്താൻ പറ്റും. നോക്കിക്കോ, ഉരുളക്കുട്ടി ഇന്നും വേഗം. ഞാൻ ക്ലാസ്സിലോട്ട് വന്നോട്ടെ സാർ? ഇന്നും നീ നേരം വൈകിയല്ലേ? ചെല്ലേ, ഒരു പാട്ട് പാടുന്ന പോലെ എല്ലാവരോടും ക്ഷമ ചോദിച്ച് നടക്ക്. വേഗം. ഞാൻ നിങ്ങളോട് എല്ലാരോടും ക്ഷമ ചോദിക്കുന്നു. ഞാനിതിനെ ആവർത്തിക്കില്ല. നേരം വൈകില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കൂ. ഞാനിനി നേരം വൈകില്ല. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഞാനിനി സമയത്തിന് എത്തിക്കോളാം. ഉരുളക്കുട്ടി, നീ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താം. നിനക്ക് ആ സൈക്കിൾ ഉപയോഗിച്ച് വേഗത്തിൽ എത്താൻ പറ്റും. ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ നേരം വൈകില്ല. ഞാൻ ക്ലാസ്സിലോട്ട് വന്നോട്ടെ സാർ? ഓഹോ, വന്നോ? ഇന്നും വൈകി തന്നെ. പോയി നീ ആ ബെഞ്ചിൽ കയറി നിന്ന് പഠിച്ചാ മതി. എത്ര പറഞ്ഞാലും കേൾക്കില്ല. എന്ത് പറ്റി മോനെ? എനിക്ക് സമയത്ത് സ്കൂളിൽ എത്താൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. നീ കുറച്ച് നേരത്തെ എണീറ്റ് നോക്ക്, അപ്പൊ നിനക്ക് സ്കൂളിൽ വേഗം എത്താം. നോക്കിക്കോ, അവന് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. അവനെ ഒന്നും നേരം വെച്ചിട്ടാ വരുന്നത്. എത്ര പ്രാവശ്യം പറഞ്ഞാലും പറ്റില്ല, ചീത്ത പറഞ്ഞാലും കാര്യമില്ല. ഇങ്ങനെ ആയി കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല അവൻ ഇന്ന് നേരത്തിന് എത്തുമെന്ന്. നോക്കിക്കോ, അവൻ ഇന്നും വൈകും.